സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു ഫുഡ് സ്പോട്ട് ഉണ്ട്, സുഡ സുഡ ഇഡ്ഡലി. കോഴിക്കോട് ഇപ്പോൾ അടുത്ത് തുടങ്ങിയതാണ് സുഡ സുഡ ഇഡ്ഡലി. ആ ഇഡ്ഡലിക്ക് വേണ്ടി വെയിറ്റ് ആക്കുന്ന ആൾക്കാർ തിരക്കാണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നുള്ള. ഒരു ഇഡ്ഡലി തിന്നാൻ വേണ്ടിയിട്ട് 3/4 മണിക്കൂറും 1 മണിക്കൂറാണ് ആൾക്കാരുടെ വെയിറ്റ് ആക്കുന്നത്. അത്രക്കും തിരക്കാണ്, അത്രക്കും ടേസ്റ്റാണ്. വൈറലായിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് കോഴിക്കോട്. ഇഡ്ഡലിയിലൊരു ഡിഫറൻറ്റ് കൊണ്ടുവന്നതാണ് ഇവിടെ. സാധാരണ ഒരു ഇഡ്ഡലി എന്ന് പറയുമ്പോൾ ഒറ്റ തരം ഇഡ്ഡലിയുള്ളൂ നമുക്ക് കാണുന്നത്, ഹോട്ടലിലാണെങ്കിൽ വീട്ടിലാണ്. പക്ഷേ ഇവിടെ 3-4 തരം ഇഡ്ഡലിയാണ് ഇവർ ലൈവായിട്ട് ചെയ്യുന്നുള്ളത്. 4 തരം ഇഡ്ഡലിയാണ് ഇവരിവിടെ ലൈവായിട്ട് ചെയ്യുന്നുള്ളത്. ഏതെല്ലാം ഇഡ്ഡലിയുള്ള സോയ, പനീർ, പൊടി, പിന്നെ ബട്ടർ. എത്ര മണിക്കാണ് തുറക്കുന്നത്? എത്ര മണിക്കാണ് തുറക്കൽ? വൈകുന്നേരം 6:30, രാത്രി 10 വരെ. അത്രേ ഉള്ളൂ. വൈകുന്നേരം 6:30 മണിക്ക് തുടങ്ങിയത് രാത്രി 10:30 മണി വരെ മാത്രമാണ് ഈ കടകളിൽ. ടോക്കൺ വെച്ചിട്ടാണ് എല്ലാവർക്കും വീട്ടിലേക്ക് കൊടുക്കുന്നത്. ടോക്കൺ വെച്ചിട്ട് ഞങ്ങൾ ടോക്കന് എത്രയാണ് ഞങ്ങൾക്കല്ല, 45 മിനിറ്റാണ് നമ്മളോട് വെയിറ്റ് ആക്കാൻ വന്നിട്ടുള്ളത്. ഇതെല്ലാം ഇഡ്ഡലി കഴിക്കാൻ വന്ന ആൾക്കാരെ ക്യൂ ആണ്, തിരക്കാണ്. എല്ലാവരും അവരവരെ ടോക്കന് വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നുള്ള ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നത്. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചത് ഇങ്ങനൊരു തിരക്കും കാര്യങ്ങളും ഉണ്ടാവുന്നൊന്നും. അങ്ങനെ നമുക്ക് ഇഡ്ഡലി കിട്ടി. ഇത് ഈ പോകുന്നതാണ് പൊടി ഇഡ്ഡലി. പൊടിയിട്ട ചെറിയ ഇഡ്ഡലിയാണ് പൊടി ഇഡ്ഡലി. പിന്നെ രണ്ടാമത് നമ്മൾ ടേസ്റ്റ് ആക്കുന്നതാണ് സോയ ഇട്ടിട്ടുള്ള ഇഡ്ഡലി. പിന്നെ മൂന്നാമത് നമുക്ക് കിട്ടിയതാണ് ബട്ടർ ഇഡ്ഡലി. ഈ പോകുന്നതാണ് ബട്ടർ ഇഡ്ഡലിയാണ് എൻ്റെ പേഴ്സണൽ ഇത് ഞങ്ങൾക്ക് ഏറ്റവും ടേസ്റ്റ് കിട്ടിയത് ബട്ടർ ഇഡ്ഡലിയാണ്. എന്തോ ഒരു ടേസ്റ്റാണ് ബട്ടർ ഇഡ്ഡലി. സൂപ്പർ സുഡ ഇഡ്ഡലിയിൽ ബട്ടർ ഇഡ്ഡലി അങ്ങനെ നമ്മൾ ഇഡ്ഡലിയും കഴിച്ച് നേരെ പോകുന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താക്കണം, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.